രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കാബൂളിവാല. കാബൂളിവാല. അഞ്ച് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന എൻ്റെ മകൾ മിനി എപ്പോഴും എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കും. അവൾക്ക് അതുകൂടാതെ കഴിയുകയില്ല. അവളുടെ ആയുസ്സിൽ ഒരിക്കലും ഒരു നിമിഷമെങ്കിലും അവൾ മൗനം ദീക്ഷിച്ചിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അവളുടെ അമ്മയ്ക്ക് അത് അശേഷം ഇഷ്ടമായിരുന്നില്ല. അവർ അവളെ പലപ്പോഴും താക്കീത് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് അതിന് മനസ്സ് വന്നില്ല. മിനിയെ നിശബ്ദയായി കാണുന്നത് വളരെ അസാധാരണമായിരുന്നതുകൊണ്ട് അവൾ മിണ്ടാതിരിക്കുന്നത് കണ്ടാൽ എനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അവളോട് സംസാരിക്കുന്നതെല്ലാം വളരെ ചൊടിയോടും ഉത്സാഹത്തോടും കൂടിയായിരുന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ മുറിക്കകത്ത് തനിച്ചിരുന്ന് അന്ന് ഞാൻ എഴുതി വന്നിരുന്ന ഒരു നോവലിൻ്റെ 17ാമത്തെ അധ്യായം ബന്ധപ്പെട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മിനി ആരും കാണാതെ മുറിക്കകത്ത് പ്രവേശിച്ച് എൻ്റെ കൈ പിടിച്ച് ഇപ്രകാരം ചോദിച്ചു. നമ്മുടെ പടികാവൽക്കാരനായ രാമദയാൽ കാക്ക എന്ന് പറയുന്നതിന് പകരം കക്ക എന്ന് പറയുന്നു. അയാൾക്കൊന്നും അറിഞ്ഞുകൂടാ. ഓ അച്ഛാ. ഈ വാക്കുകളുടെ ഉച്ചാരണത്തിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ആരംഭിച്ചപ്പോഴേക്കും അവൾ ബഹുധൃതിയായി മറ്റൊരു വിഷയത്തിലേക്ക് ചാടി അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. ബോല പറയുക, ആ ആകാശത്തിൽ മേഘങ്ങളുടെ ഇടയിൽ ഒരു ആനയുണ്ടെന്ന്. ആന തുമ്പിക്കൈയിൽ കൂടി വെള്ളമൊഴിക്കുന്നതാണത്രേ മഴ. അതെയോ അച്ഛാ? ഈ ചോദ്യത്തിന് തക്കതായ ഒരു സമാധാനം പറയുവാൻ ഞാൻ ആലോചിക്കുന്നതിനിടയ്ക്ക് അവൾ വീണ്ടും മറ്റൊരു സംഗതിയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. ആട്ടെ അച്ഛാ, അമ്മയും അച്ഛനും തമ്മിൽ എന്താ ബന്ധം എന്നായിരുന്നു അവളുടെ പിന്നത്തെ ചോദ്യം. എൻ്റെ പ്രിയപ്പെട്ട ചെറിയ സഹോദരി എന്ന് ഞാൻ തന്നെത്താൻ അറിയാതെ പതുക്കെ പറഞ്ഞുവെങ്കിലും കനഭാവം നടിച്ച് ഒരു വിധത്തിൽ, മിനി, നീ പോയി ബോലയോടൊപ്പം കളിച്ചോളൂ, എനിക്ക് ജോലി തിരക്കുണ്ട് എന്ന് പറഞ്ഞ് അവളെ അകലെ മാറ്റി നിർത്തി. എൻ്റെ മുറിയുടെ ജനൽ നടവഴിക്കു നേരെയായിരുന്നു. കുട്ടി എൻ്റെ മേശയ്ക്കടുത്ത് ചുവട്ടിൽ എൻ്റെ കാലിന് സമീപം ഇരുന്നു. അവൾ അവളുടെ മുട്ടിന്മേൽ താളം പിടിച്ചുകൊണ്ട് അവിടെ രസിച്ചു കളിച്ചുകൊണ്ടിരുന്നു. ഞാൻ ബഹുജാഗ്രതയായി നോവലിൻ്റെ 17ാമത്തെ അധ്യായം എഴുതിക്കൊണ്ടിരുന്നു. കഥയിലെ നായകൻ പ്രതാപസിംഹൻ നായികയായ കാഞ്ചനലതയെ വാരിയെടുത്ത് രണ്ടുപേരും കൂടി കൊട്ടാരത്തിൻ്റെ 3ാമത്തെ നിലയിൽ നിന്ന് ജനലിൽ കൂടി പുറത്തു ചാടുവാൻ ഭാവിക്കുന്ന ആ ഘട്ടമാണ് ഞാൻ എഴുതിയിരുന്നത്. പെട്ടെന്ന് മിനി അവളുടെ കളി നിർത്തി എഴുന്നേറ്റ് ജനാലിക്കരികിൽ ഓടിയെത്തി. കാബൂളിവാല, കാബൂളിവാല എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. പുറത്ത് നടവഴിയിൽ കൂടി ഒരു കാബൂളിവാല അയാളുടെ വഴിക്ക് പോകുന്നുണ്ടായിരുന്നു. പൊടിപുരണ്ട് വളരെ അയഞ്ഞ ഒരു ഉടുപ്പും, അയാളുടെ രാജ്യക്കാർ സാധാരണ ധരിക്കുന്ന തരത്തിലുള്ള ഒരു ഉടുപ്പ്, വളരെ വലിയ ഒരു തലപ്പാവും അയാൾ ധരിച്ചിരുന്നു. അയാളുടെ തോളിൽ ഒരു മാറാപ്പും കയ്യിൽ ഒരു പെട്ടിയിൽ കുറേ മുന്തിരിങ്ങയും മറ്റും ഉണ്ടായിരുന്നു. അയാളെ കണ്ടപ്പോൾ എൻ്റെ മകൾക്കുണ്ടായ വികാരങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് പറയുവാൻ എനിക്ക് സാധ്യമല്ല. അവൾ അയാളെ എന്തായാലും ഉറക്കെ വിളിക്കാൻ തുടങ്ങി. അയാൾ വിളി കേട്ട് അകത്തു കയറി വരുമെന്നും എൻ്റെ നോവലിൻ്റെ 17ാമത്തെ അധ്യായം പൂർത്തിയാക്കുവാൻ സാധിക്കാതെ വരുമെന്നും ഞാൻ ഭയപ്പെട്ടു. ആ സമയത്തു തന്നെ ആ ലാടൻ തിരിഞ്ഞു നിന്ന് മേൽപോട്ട് എൻ്റെ കുട്ടിയുടെ നേർക്കു നോക്കി. അയാൾ തൻ്റെ നേർക്ക് തുറിച്ചു നോക്കുന്നത് കണ്ടപ്പോൾ കുട്ടി വളരെ ഭയപ്പെട്ട്
അമ്മയുടെ അടുക്കലേക്ക് പരിഭ്രമിച്ച് ഓടിപ്പോയി. അയാളുടെ തോളിൽ ഉണ്ടായിരുന്ന വലിയ മാറാപ്പിൽ അവളെപ്പോലെയുള്ള 2-3 ചെറിയ കുട്ടികളെ പിടിച്ചു കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അവളുടെ വിശ്വാസം. ഇതിനിടയ്ക്ക് കാബൂളിവാല എൻ്റെ പടിക്കകത്ത് കടന്നു വന്ന് ചിരിച്ചുകൊണ്ട് എന്നെ അഭിവാദ്യം ചെയ്തു. എൻ്റെ നോവലിലെ നായകനെ വല്ലാത്ത ഒരു അപകടസ്ഥിതിയിലായിരുന്നു ഞാൻ കൊണ്ടു നിർത്തിയിരുന്നതെങ്കിലും ആ ലാടനെ കുട്ടി വിളിച്ചു വരുത്തിയതുകൊണ്ട് അയാളോട് വല്ല സാധനങ്ങളും വാങ്ങിക്കളയാമെന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. അതുപ്രകാരം ഞാൻ അയാളോട് ചില ചില്ലറ സാധനങ്ങൾ വാങ്ങി കാബൂൾ രാജ്യകാര്യങ്ങളെയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റും റഷ്യൻ ഗവൺമെൻറ്റും ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറെ അതിർത്തി സ്ഥലങ്ങളിൽ അനുസരിച്ചു വരുന്ന നയത്തെയും കുറിച്ച് ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. എല്ലാം കഴിഞ്ഞ് വിട്ടുപിരിയാറായപ്പോൾ അയാൾ എന്നോട് ആട്ടെ, ആ ചെറിയ കുട്ടി എവിടെ സാർ എന്ന് ചോദിച്ചു. മിനിയുടെ പേടി തീർക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുകയാൽ ഞാൻ അവളെ പുറത്തു കൊണ്ടുവന്നു. അവൾ ഭയന്ന് എൻ്റെ കസേരയുടെ അടുക്കൽ ആ ലാടനെയും അവൻ്റെ ഭാണ്ഡത്തെയും സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിന്നതേയുള്ളൂ. അയാൾ കുട്ടിക്ക് അണ്ടിപ്പരിപ്പും കാരക്കയും നീട്ടിക്കാണിച്ചു. അതുകണ്ട് അവളുടെ സംശയവും ഭയവും പൂർവാധികം വർദ്ധിച്ച് അവൾ എൻ്റെ അടുക്കൽ അധികം ചേർന്നു നിന്നു. മിനിയും ആ ലാടനും തമ്മിലുണ്ടായ ആദ്യത്തെ കൂടിക്കാഴ്ച ഇങ്ങനെ കഴിഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ഒരിക്കൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ വാതിലിനടുത്ത് ഒരു ബെഞ്ചിന്മേൽ മിനി തനിച്ചിരുന്ന് അവളുടെ കാൽക്കൽ നിലത്തിരിക്കുന്ന ഭീമകായനായ കാബൂളിവാലയോട് പലതും രസമായി സംസാരിക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നതും കണ്ട് ഞാൻ സ്തംഭിച്ചു നിന്നുപോയി. ആ കുട്ടിയുടെ ഓരോ വാക്കുകളും അയാൾ അത്യന്തം ശ്രദ്ധയോടും ക്ഷമയോടും കൂടി കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ അച്ഛനെ ഒഴിച്ച് ഇത്ര നല്ല ശ്രോതാവിനെ അവൾ അവളുടെ ജീവിതകാലത്ത് ഒരിക്കലെങ്കിലും കണ്ടിട്ടില്ല. അവളുടെ സാരിയുടെ മടിക്കുത്തിൽ നിറയെ അതിഥി സമ്മാനിച്ചതായ അണ്ടിപ്പരിപ്പും കാരക്കയും ഉണ്ടായിരുന്നു. താൻ എന്തിനാണ് അതെല്ലാം അവൾക്ക് കൊടുത്തത് എന്ന് ഞാൻ അയാളോട് ചോദിക്കുകയും കുപ്പായക്കീശയിൽ നിന്ന് ഒരു 8 നാണ്യമെടുത്ത് അയാൾക്ക് കൊടുക്കുകയും ചെയ്തു. അയാൾ യാതൊരു ഭാവഭേദവും കൂടാതെ അത് സ്വീകരിച്ചു. കഷ്ടം. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ ആ 8 അതിൻ്റെ ഇരട്ടി വിലയ്ക്കുള്ള ബഹളമുണ്ടാക്കിയിരിക്കുന്നതായി എനിക്ക് തോന്നി. ആ ലാടൻ ആ 8 മിനിക്ക് തന്നെ സമ്മാനിച്ചു. മിനിയുടെ അമ്മ അവളുടെ കയ്യിൽ അത് കണ്ടെത്തി. നിനക്ക് ഈ 8 എവിടുന്ന് കിട്ടി എന്ന് ദേഷ്യപ്പെട്ട് ചോദിച്ചു. എനിക്ക് ആ കാബൂളിവാല തന്നതാണ് എന്ന് മിനി ആഹ്ലാദത്തോടെ മറുപടി പറഞ്ഞു. കാബൂളിവാലയോ എന്ന് അമ്മ കോപവും അത്ഭുതവും സഹിക്കവയ്യാതെ വീണ്ടും ചോദിച്ചു. എൻ്റെ മിനി, നീ ഇത് അയാളോട് എന്തിനു വാങ്ങി? ഇത്ര ആയപ്പോഴേക്കും ഞാൻ കയറി ചെന്നു. അത് കാരണം പിന്നീടുണ്ടായേക്കാമായിരുന്ന അപകടത്തിൽ നിന്ന് എൻ്റെ മകൾക്ക് രക്ഷ കിട്ടി. ഞാൻ ആ കാര്യത്തെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തി. മിനിയും ലാടനും തമ്മിൽ സംസാരിച്ചത് അന്ന് 1-മത്തെയോ 2-മത്തെയോ തവണയല്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ആദ്യം മിനിക്കുണ്ടായിരുന്ന പേടിയെല്ലാം സൂത്രത്തിൽ കുറേ അണ്ടിപ്പരിപ്പും കാരക്കയും കൊടുത്ത് ആ ലാടൻ ഇല്ലാതാക്കി. അതിൽ പിന്നെ അവർ 2 പേരും വലിയ ചങ്ങാതിമാരായി തീർന്നു. അവർ അന്യോന്യം വളരെ വെടിപറഞ്ഞ് രസിക്കാറുണ്ട്. അയാളുടെ മുൻപിലിരുന്ന് അയാളുടെ നീണ്ടു നിവർന്ന ശരീരത്തെ ഒരു ചെറിയ കുട്ടിക്ക് ചേർന്ന ഗൗരവത്തോടുകൂടി സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മിനി വളരെ സന്തോഷിച്ച് ചിരിക്കും. അപ്പോൾ അവളുടെ മുഖം ചുവക്കുകയും അവൾ ഇടയ്ക്കിടയ്ക്ക് ആട്ടെ, ആ ഭാണ്ഡത്തിലെന്താ എന്ന് കാബൂളിവാലയോട് ചോദിക്കുകയും ചെയ്യും. ഒരു മലമ്പ്രദേശത്തുകാരനായ അയാൾ തനിക്ക് സ്വതേയുള്ള ഉച്ചാരണ വിശേഷത്തോടുകൂടി ഒരാന എന്ന് മറുപടി പറയാറുണ്ട്. അതിൽ വലിയ തമാശയ്ക്ക് പക്ഷെ വഴിയില്ലെങ്കിലും അവർ 2 പേരും ആ ഫലിതത്തിലെ രസത്തെ ധാരാളം അനുഭവിക്കാറുണ്ട്. പ്രായാധിക്യമുള്ള ഒരാളോട് ഒരു കുട്ടി ഇപ്രകാരം സംസാരിക്കുന്നത് അസാധാരണമായ വിധത്തിൽ രസജനകമാണെന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള അഭിപ്രായം. നേരമ്പോക്ക് പറയുന്ന കാര്യത്തിൽ
താൻ കുട്ടിയേക്കാൾ ഒട്ടും പിന്നിലാകരുതെന്ന് വിചാരിച്ച് ആ ലാടനും ചിലതെല്ലാം അപ്പോൾ ഇങ്ങനെ പറയും. ആട്ടെ കുട്ടി, നീ എന്നാണ് നിന്റെ ശ്വശുരഗൃഹത്തിലേക്ക് പോകുന്നത്? ബംഗാളിലെ കന്യകമാരെല്ലാം ചെറുപ്പത്തിൽ തന്നെ ശ്വശുരഗൃഹത്തെക്കുറിച്ച് ധാരാളം കേട്ടിരിക്കും. പക്ഷേ ഞങ്ങൾ കുറേ പുതിയ സമ്പ്രദായക്കാരായതുകൊണ്ട് അത്തരം വർത്തമാനങ്ങളെല്ലാം ഞങ്ങളുടെ കുട്ടിയിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു. അതുകൊണ്ട് കാബൂളിവാലയുടെ മേൽപ്പറഞ്ഞ ചോദ്യം കേട്ടപ്പോൾ കാര്യം മനസ്സിലാവാതെ മിനി കുറേ പരിഭ്രമിച്ചിട്ടുണ്ടായിരിക്കണം. എങ്കിലും അവൾ അതൊന്നും പുറത്തു കാണിക്കാതെ ബഹുസാമർത്ഥ്യത്തോടുകൂടി നിങ്ങൾ അവിടേക്കാണോ പോകുന്നത് എന്ന് നിസ്സംശയം എതിർചോദ്യം ചെയ്തിട്ടുണ്ടായിരിക്കും. കാബൂളിവാലയുടെ വർഗത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ ശ്വശുരഗൃഹം എന്ന വാക്കിന് എല്ലാവർക്കും അറിയാവുന്നതായി 2 അർത്ഥമുണ്ടായിരുന്നു. സാധാരണ ജയിൽ എന്ന് പറയുന്നതിനു പകരം ഈ പദം ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ യാതൊരു ചെലവും കൂടാതെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം മറ്റുള്ളവരാൽ അന്വേഷിക്കപ്പെടുന്ന ഒരു സ്ഥലമാണല്ലോ ജയിൽ. ഈ അർത്ഥത്തിലാണ് ദീർഘകായനായ ആ കാബൂളിവാല മിനിയുടെ ചോദ്യത്തെ ധരിച്ചത്. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനെ അടിച്ചു വീഴ്ത്തും എന്ന് തൻ്റെ വലിയ മുഷ്ടികൾ ചുരുട്ടി ഒരു പോലീസുകാരനെ പോലെ തല കുലുക്കിക്കൊണ്ട് അയാൾ മിനിയോട് സമാധാനം പറയും. അതു കേൾക്കുമ്പോൾ സാധുവും നിസ്സഹായനുമായ ആ ബന്ധുവിനെക്കുറിച്ച്, ഭർത്താവിൻ്റെ പിതാവിനെക്കുറിച്ച് വിചാരിച്ച് സഹതാപം തോന്നി മിനി ഉറക്കെ ചിരിക്കുവാൻ തുടങ്ങും. ഭീമോപമനായ അവളുടെ സ്നേഹിതനും അപ്പോൾ കൂടെ ചിരിക്കും.